പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ജുബൈറാണ് റോളക്സ് ട്രാവൽസ് എടപ്പാൾ. ഓഗസ്റ്റ് 19 ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു UAE അപ്ഡേറ്റുമായാണ് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി GDRF, ICA, GDRF തുടങ്ങിയ റെസിഡൻസി വിസക്കാർക്കുള്ള അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിരുന്നു വിസിറ്റ് വിസയെ കുറിച്ചിട്ട് പറയാൻ. COVID-19 പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് ഫ്ലൈറ്റ് സസ്പെൻഡ് ആകുന്നതിന് മുന്നേ, അഥവാ മാർച്ച് 17, കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ മാർച്ച് 17, അതുവരെ എടുത്തു വെച്ച് UAEയിലേക്ക് പോകാൻ കഴിയാത്ത വിസിറ്റ് വിസക്കൊക്കെ ബിഫോർ എൻട്രി ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. UAEയിൽ എത്തുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നതിന് മുന്നേ നമ്മളെ വിസ അസാധുവായി അഥവാ ക്യാൻസലായി. ഇങ്ങനെയുള്ള ആളുകളുടെ അപ്ഡേറ്റ് എന്താണെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിലവില് UAE ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ബിഫോർ എൻട്രി ക്യാൻസൽ, അവിടെ എത്തുന്നതിന് മുന്നേ, അവിടെ എൻട്രി ചെയ്യുന്നതിന് മുന്നേ അസാധുവായ വിസക്ക് അല്ലെങ്കിൽ വിസയുമായി ബന്ധപ്പെട്ട് അത് ആക്റ്റീവ് ആവുകയില്ല എന്നതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുമ്പോൾ തുടർന്ന് ഞാൻ ഈ വീഡിയോയിൽ, എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ അതിനെക്കുറിച്ച് പറയും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സംശയമുണ്ട്. ഞാൻ നിലവിൽ UAEയിലേക്ക് പോകുവാൻ വേണ്ടി ഒരു വിസിറ്റ് എടുത്തു, ആ വിസ ബിഫോർ എൻട്രി ക്യാൻസലായി. പക്ഷെ ഇനി അത് ആക്റ്റീവ് ആവണോ ഒന്നും ഞാൻ നോക്കണില്ല. അല്ലെങ്കിൽ ആക്റ്റീവ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ആക്റ്റീവ് ആവാതിരുന്നോട്ടെ, എനിക്ക് വേറെ ഒരു വിസിറ്റ് എടുത്ത് UAEയിലേക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്കൊരു എംപ്ലോയ്മെന്റ് വിസ എടുത്ത് അല്ലെങ്കിൽ റെസിഡൻസി വിസ കിട്ടുകയാണെങ്കിൽ പോകാൻ പറ്റുമോ ഫാമിലിക്കൊക്കെ? ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് പുതിയ ഒരു വിസിറ്റിന് വേണമെങ്കിൽ കൊടുക്കാം. ആ വിസിറ്റിന് കൊടുത്താൽ നിങ്ങൾക്ക് പുതിയൊരു വിസിറ്റ് കിട്ടും, UAEയിലേക്ക് പോകും. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വിസിറ്റ് വിസ ഉണ്ടായിരുന്നു, ബിഫോർ എൻട്രി ക്യാൻസൽ ആയിരുന്നു. പക്ഷെ അത് ആക്റ്റീവ് ആവാനും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരാനൊന്നും പുള്ളിക്കാർക്ക് സമയമില്ല. പെട്ടെന്ന് ഒരു ജോലി ശരിയായിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് പോകണം, ഒരു പുതിയ വിസിറ്റ് എടുത്തു, വിസ കിട്ടി, ആള് UAEയിലെത്തി. അതുപോലെ തന്നെ എൻ്റെ വേറെ ഒരു സുഹൃത്ത്, അവന്റെ ഒരു കമ്പനിയിലെ ഒരാൾക്ക് വേണ്ടി ഒരു എംപ്ലോയ്മെന്റ് വിസ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ മാർച്ച് 17 ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബിഫോർ എൻട്രി ക്യാൻസലായി. അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അത് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ പോയി നോക്കിയപ്പോൾ ഇത് ഇനി ആക്റ്റീവ് ആവില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആക്റ്റീവ് ആവില്ല. ഇനി എന്നാ ആക്റ്റീവ് ആവാന്ന് അദ്ദേഹത്തിനും അറിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുതിയൊരു വിസിറ്റ് വിസ എന്റെ കയ്യിൽ നിന്ന് എടുത്തു. ഇൻഷാ അല്ലാഹ് അദ്ദേഹം നാളെ പോകും. അപ്പൊ നിങ്ങൾ മാർച്ച് 17 മുന്നേ നിങ്ങൾ വിസിറ്റുകൾ എടുത്തോട്ടെ, അതല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ എടുത്തോട്ടെ, എൻട്രി വിസകൾ എടുത്തോട്ടെ, റെസിഡൻസി വിസകൾ എടുത്തോട്ടെ, എംപ്ലോയ്മെന്റ് വിസകൾ എടുത്തോട്ടെ, ഏത് വിസ ആയിക്കോട്ടെ, ബിഫോർ എൻട്രി ക്യാൻസൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ടിവേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് UAE ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ഒരു വിസിറ്റ് എടുക്കാം, അല്ലെങ്കിൽ പുതിയ എംപ്ലോയ്മെന്റ് വിസ എടുക്കാം, പുതിയ റെസിഡൻസി വിസ എടുക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. പിന്നെ കൂടുതൽ ആളുകൾക്കുമുള്ള മറ്റൊരു സംശയമാണ്, ഞങ്ങൾ വിസിറ്റ് വിസ ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടിയത് ദുബായിയുടെ വിസയാണ്, ഞങ്ങൾക്ക് അബുദാബിയിൽ ഇറങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ അബുദാബിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഷാർജയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ മുന്നേ എടുത്തിരുന്നതും മുന്നേ പോയിരുന്നതുമാണ്. പക്ഷെ ഈ COVID-19 പശ്ചാത്തലത്തിൽ ഒരുപാട് നിയമങ്ങൾ മാറി മറിഞ്ഞു വന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വാഭാവിക സംശയം മാത്രമാണ് ഇതൊക്കെ. നിലവിൽ UAE ഇഷ്യൂ ചെയ്ത ഒരു വിസ, അത് ദുബായ് ആയിക്കോട്ടെ, റാസൽ ഖൈമ ആയിക്കോട്ടെ, അജ്മാൻ ആയിക്കോട്ടെ, ഷാർജ ആയിക്കോട്ടെ, ഏത് എമിറേറ്റ്സിലുള്ള വിസ ആയിക്കോട്ടെ, നിങ്ങൾക്ക് UAEയിലേക്ക് എവിടേക്കാണോ ഫ്ലൈറ്റ് പോണത്, ഏത് എയർലൈനുകളാണോ നിങ്ങളുടെ വിസിറ്റ് വിസക്കാരനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവിടേക്ക് നിങ്ങൾക്ക് പോകാം, ടിക്കറ്റ് എടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ചില എയർലൈനുകളുടെ റൂളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എയർ അറബിക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ പാസ്പോർട്ടിൽ ECR ആയാലും ECNR ആയാലും നിങ്ങൾ ഓക്കെ ടു ബോർഡ് മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യണം. നേരെ മറിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിനോ എമിറേറ്റ്സിനോ അതുമല്ലെങ്കിൽ ഇൻഡിഗോ എയർലൈനോ ECR പാസ്പോർട്ടുകൾക്ക് മാത്രം ഓക്കെ ടു ബോർഡ് അപ്ഡേറ്റ് ആക്കിയാൽ മതി. ECNR പാസ്പോർട്ടുകൾക്ക് ഓക്കെ ടു ബോർഡ് അപ്ഡേറ്റ് ആക്കേണ്ടതില്ല. പിന്നെ മുന്നേ, അഥവാ COVID-19 വരുന്നതിന് മുന്നേ വിസിറ്റ് വിസയിൽ പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതാത്ത അഡീഷണൽ ആയിട്ട് 2 ഡോക്യുമെന്റുകൾ മാത്രം നമ്മൾ എക്സ്ട്രാ കയ്യിൽ കരുതിയാൽ മതി. അതിൽ ഒരു ഡോക്യുമെന്റ് ചില ഫാമിലികളൊക്കെ മുന്നേ കരുതുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് വിസിറ്റ് വിസയുടെ പ്രിന്റ് കോപ്പി. ഇനി മൊബൈലിലൊന്നും വെക്കണ്ട, കാരണം എയർപോർട്ടിലൊന്നും ബുദ്ധിമുട്ടുകൾ വേണ്ട. മൊബൈലിലൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നാൽ പോലും, അല്ലെങ്കിൽ ചെയ്യുമെങ്കിൽ പോലും അതിന്റെ ഒരു പ്രിന്റഡ് കോപ്പി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. ഒരു യാത്രയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല.
വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അത് UAE അബുദാബി ആണെങ്കിലും ഷാർജ ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒരു എയർപോർട്ടിൽ നമ്മൾ സ്റ്റക്ക് ആവാൻ പാടില്ല, ഇവിടെയും അവിടെയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതണം, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾ വിസ എടുക്കുന്ന നിങ്ങളുടെ ട്രാവൽ കൺസൾട്ടന്റുമായി നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി അതെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡോക്യുമെന്റ് കീപ്പ് ചെയ്യുക. അപ്പൊ ഒന്ന് പ്രിന്റഡ് വിസ കോപ്പി, രണ്ടാമത്തേത് നിങ്ങളുടെ ടിക്കറ്റ് കോപ്പി, മൂന്നാമത്തേത് റിട്ടേൺ ടിക്കറ്റ്. റിട്ടേൺ ടിക്കറ്റ് പറഞ്ഞാൽ നിങ്ങളൊരു രാജ്യത്തേക്ക് ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഒന്ന് 1 month ടൂറിസ്റ്റ് വിസ, രണ്ടാമത്തെ 3 month ടൂറിസ്റ്റ് വിസ. അപ്പൊ ഈ 2 ടൂറിസ്റ്റ് വിസയിലാണ് ഇപ്പൊ കൂടുതൽ ആളുകൾ പോകുന്നത്. 40 days 7 days ഒക്കെ വേറെ. ഇപ്പൊ ഇതാണല്ലോ കൂടുതൽ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയാം. അപ്പൊ ആ ഒരു ഡേറ്റിൽ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരുന്നത്, അതിന്റെ ഒരു റിട്ടേൺ ടിക്കറ്റ് കൺഫേംഡ് കോപ്പി, കൺഫേംഡ് ആയിരിക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞത് നിങ്ങളുടെ പാസ്പോർട്ട് 6 മാസത്തെ വാലിഡിറ്റി വേണം. അപ്പൊ ഇതിൽ ഒരുപാട് ആളുകൾ ചോദിക്കും 6 മാസം വാലിഡിറ്റി ഇല്ലാത്ത പാസ്പോർട്ടിന് എങ്ങനെ വിസിറ്റ് വിസ കിട്ടാന്ന്. വിസിറ്റ് വിസ 6 മാസത്തെ പാസ്പോർട്ടിന് കിട്ടില്ല, എന്തായാലും കിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പാസ്പോർട്ടിന് 7 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവുമ്പോഴാവും നിങ്ങൾ വിസിറ്റ് വിസ എടുത്തുണ്ടാവുക. നിങ്ങൾക്ക് UAE എൻട്രി ചെയ്യാനുള്ള സമയം 60 ദിവസം ഉണ്ട്. അപ്പൊ സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ 6 മാസത്തിലേക്ക് താഴെയായി 5 മാസം 4 മാസം ഒക്കെ ആകുമ്പോൾ UAE പോകുമ്പോൾ എയർപോർട്ടിൽ 6 മാസത്തെ വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടും. എയർ ഇന്ത്യ എക്സ്പ്രസിലെ റൂള് പ്രത്യേകം പറയുന്നുണ്ട് 6 മാസത്തെ വാലിഡിറ്റി വേണമെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ എയർലൈനും റൂളുകൾ ഡിഫറെന്റ് ആണ്. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പായുന്നതിന് മുന്നേ നിങ്ങളെ ട്രാവൽ കൺസൾട്ടന്റിന്റെ അടുത്ത് നിന്ന് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസ്തരായ ട്രാവൽ ഏജൻസിയിൽ നിന്ന് പോയിട്ട് ടിക്കറ്റും വിസയൊക്കെ ശരിപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ ആ റൂളുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എയർപോർട്ടിൽ പോവുക. അപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, എമിറേറ്റ്സ് അങ്ങനെ തുടങ്ങിയ എയർലൈനുകൾക്കൊന്നും ECNR പാസ്പോർട്ടിന് ഓക്കറ്റ് ബോർഡ് വേണ്ട. എയർ അറേബ്യക്ക് ECRനും ECNRനും വേണം, ബാക്കിയുള്ളതൊക്കെ സെയിം. പിന്നെ വേണ്ടത് കോവിഡ് കവറേജ് ഇൻഷുറൻസ്. അത് ഇന്റർനാഷണൽ വാലിഡ് ഉള്ളതായിരിക്കണം, പ്രത്യേകിച്ച് UAE വാലിഡ് ഉള്ളതായിരിക്കണം. കോവിഡ് കവറേജ് ഇൻഷുറൻസ് ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വേണം. പിന്നെ റെസിഡൻസ് വിസക്കാർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ റെസിഡൻസ് വിസക്കാരൊക്കെ ഇപ്പൊ UAE പോകുന്നത് പോലെ ഓരോ എയർലൈനും ഓരോ എമിറേറ്റ്സും പറഞ്ഞതുപോലെ, കാരണം ഷാർജയിൽ ഒരു റൂള്, ദുബായിൽ ഒരു റൂള്, അബുദാബിയിൽ ഒരു റൂള്, അതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നിലവിൽ എല്ലായിടത്തും 96 hours ആണ്. അപ്പൊ 96 hours കവിയാത്ത ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് റിസൾട്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ കീപ്പ് ചെയ്യണം. അപ്പൊ ഒന്നുകൂടി പറയാ, വിസിറ്റ് വിസയുടെ പ്രിന്റ് കോപ്പി, അങ്ങോട്ടുള്ള ഓൺ വേ ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ്, ഇന്റർനാഷണൽ കോവിഡ് കവറേജ് ഇൻഷുറൻസ്, അതിന്റെ പുറമെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതണം. അപ്പൊ നിങ്ങൾക്കുള്ള സംശയം, ഇപ്പൊ ദുബായ് വിസ എടുത്താൽ അബുദാബിയിൽ ഇറങ്ങാൻ പറ്റുമോ, അബുദാബിയിൽ വിസ എടുത്താൽ ഷാർജയിൽ ഇറങ്ങാൻ പറ്റുമോ, ഷാർജ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ദുബായിൽ ഇറങ്ങാൻ പറ്റുമോ, നിങ്ങൾക്ക് UAE അനുവദിച്ച ഏത് എമിറേറ്റ്സിലെ വിസയുമായി ഫ്ലൈറ്റ് എവിടെയൊക്കെ ഉണ്ട്, ഏതെല്ലാം ഫ്ലൈറ്റുകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ട്രാവൽ കൺസൾട്ടന്റിനോട് ചോദിക്കുക, ടിക്കറ്റ് എടുക്കുക, പോവാ, ഇറങ്ങുക. പിന്നെ അവിടെ പോയാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കോവിഡ് ടെസ്റ്റ് എയർപോർട്ടിൽ ഉണ്ടാവും. അത് റെസിഡൻസ് വിസക്കാർക്കുണ്ട്, വിസിറ്റർക്കുണ്ട്. അതിന്റെ റിസൾട്ട് വരുന്നത് വരെ ഒന്നും നിങ്ങൾ എയർപോർട്ടിൽ ഇരിക്കണ്ട. നോർമലി നമ്മൾ പോയി ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് എടുത്ത് അങ്ങോട്ട് പോകുന്ന ആ ഒരു സ്പീഡിൽ പോകാൻ പറ്റില്ല. എയർപോർട്ടിൽ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്, ആ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ആളുകളുടെ സംശയമാണ്, വിസിറ്റ് വിസക്കാര് 14 ദിവസത്തെ ക്വാറന്റൈൻ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ്, ഹോട്ടൽ എടുക്കണോ, അതല്ല നമ്മളെ റൂമിൽ പോകാൻ പറ്റുമോ, അതല്ല മറ്റുള്ള ആളുകള്, ഒരുപാട് ആളുകളുണ്ട് റൂമിൽ, 4-5 ആളുകളുണ്ട്, അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ എടുക്കാൻ കയ്യിൽ കാശുള്ള ആളുകൾക്ക് ഹോട്ടൽ എടുക്കാം, യാതൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഫാമിലിയോ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് അബുദാബിയിലോ ഷാർജയിലോ ദുബായിലോ അജ്മാനിലോ ഉമ്മുൽഖയിലോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഇപ്പൊ ഞാൻ ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് വിട്ട ആളുകള്, ഫാമിലി ആയിട്ട് വിട്ട ആളുകൾ അവരുടെ ഫാമിലിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ സമ്പർക്കം ഒന്നും പുലർത്താതിരിക്കുക. ഇപ്പൊ നമ്മുടെ റൂമിൽ 4-5 ആളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ സമ്പർക്കം പുലർത്താതിരിക്കുക. അത് ഗവൺമെന്റ് പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. അത് നമ്മുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള UAE നമ്മുടെ സുഹൃത്തുക്കളുടെയും ആ രാജ്യത്തിലുള്ള ആളുകളുടെ ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ UAE ഗവൺമെന്റിന്റെ നിയമങ്ങൾ നിങ്ങൾ കർശനമായിട്ട് പാലിക്കുക. നെഗറ്റീവ് മെസ്സേജ് വരുമ്പോഴത്തേന് തന്നെ സമ്പർക്കം പുലർത്താൻ തുടങ്ങണ്ട. കാരണം എന്താ വെച്ചാൽ ദുബായിൽ നെഗറ്റീവ് മെസ്സേജ് വന്നാൽ നിങ്ങൾക്ക് പോകാം, പക്ഷെ ഷാർജയിലൊക്കെ 14 ദിവസം പറയുന്നുണ്ട്. ചിലവർക്ക് ഇപ്പോഴും അതിൽ അവ്യക്തത ഉണ്ട്, അതിൽ എനിക്കും അവ്യക്തത ഉണ്ട്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഷാർജയിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ 14 ദിവസം മസ്റ്റായിട്ട് ഇരിക്കണോ, ദുബായിൽ 2 ദിവസമല്ലേ ഉള്ളൂ, റാസൽ കൈമയിൽ 14 ദിവസം ഇരിക്കണോ, അബുദാബിയിൽ ഇരിക്കണമെന്ന്. അത് നിങ്ങൾ അവിടെ ഇറങ്ങിയ കാര്യങ്ങൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കുക. വിസിറ്റിൽ പോയ ആളുകൾ 14 ദിവസം മസ്റ്റായിട്ട് ഇരിക്കണം.
അത് ആ റൂളിൽ പ്രത്യേകം പറയുന്നുണ്ട് 14 ദിവസത്തെ ക്വാറന്റൈൻ. അത് ഹോട്ടലാവാം റൂമാവാം. അത് UAE ഗവൺമെന്റ് ഒരു അവസരം നമുക്ക് തരികയാണ്, എന്ത് നിങ്ങൾ റൂമിൽ ഇരുന്നാലും കുഴപ്പമില്ലാന്ന്. ഇപ്പൊ ഖത്തറിലേക്കൊക്കെ ആണെങ്കിൽ കണ്ടില്ല, നിങ്ങൾ ഖത്തറിലേക്ക് എൻട്രി പെർമിറ്റ് ഉള്ള ആളുകൾ, പ്രത്യേക പെർമിഷൻ എടുത്ത് പോകുന്ന ആളുകൾ ഇവിടുന്ന് ബോർഡിംഗ് പാസ് ഉണ്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഡിസ്കവർ ഖത്തറിന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ബുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ 14 ദിവസമുള്ള ആളുകളുണ്ട്, അവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ ബുക്ക് ചെയ്യണം. അപ്പൊ UAE സംബന്ധിച്ചിടത്തോളം UAE നമുക്കൊക്കെ വളരെ ഈസി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും. ഇപ്പൊ GDRFയുമായി ബന്ധപ്പെട്ട അപ്രൂവലുകൾ ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ICAയുമായി ബന്ധപ്പെട്ട അപ്രൂവലുകൾ ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ വളരെ റയർ ആളുകൾക്ക് അത് ഗ്രീൻ ടിക്ക് ഒന്നും ആവണില്ല, റെഡ് ടിക്കാ വരുന്നത്. വരും, മിനിയാന്ന് റെഡ് ടിക്ക് വന്ന ഒരാളുകൾക്ക് ഇന്ന് ഗ്രീൻ വന്നു. ആള് സുഖമായിട്ട് നാളേക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അവിടെ സുഖമായിട്ട് എത്തട്ടെ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓരോ ഗവൺമെന്റ് പറഞ്ഞ റൂളുകൾ നിങ്ങൾ അതുപോലെ പാലിക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ റെഡ് മാറി ഗ്രീൻ ആവുന്നുണ്ടോ, എനിക്ക് ഇറങ്ങാൻ പറ്റുമോ. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. പിന്നെ മാത്രമല്ല, വിസിറ്റ് വിസ എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിലവിൽ UAEയിലേക്കുള്ള എല്ലാ എയർലൈനുകളും ഷെഡ്യൂളുകള്, ഇന്റർനാഷണൽ ഷെഡ്യൂളുകള് സ്പെഷ്യൽ ഫ്ലൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 31 വരെയാണ്. കേരളത്തിൽ നിന്ന് ഓഗസ്റ്റ് 31 വരെയാണ്. മാത്രമല്ല DGCA ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂളുകള് സ്പെഷ്യൽ ഫ്ലൈറ്റും വന്ദേ ഭാരത് മിഷന്റെ ഫ്ലൈറ്റുകളും അതല്ലെങ്കിൽ കാർഗോ ഫ്ലൈറ്റുകളും ഇന്ത്യയുടെ പ്രത്യേക അനുമതിയോടുകൂടെ സർവീസ് നടത്തുന്ന ഫ്ലൈറ്റുകൾ ഇതിൽ പെടൂല. അതല്ലാത്ത കൊമേഴ്ഷ്യൽ ഇന്റർനാഷണൽ സർവീസ് ഫ്ലൈറ്റുകൾ, ഷെഡ്യൂൾ ഫ്ലൈറ്റുകളുടെ സസ്പെൻഷൻ DGCA ഓഗസ്റ്റ് 31 വരെ റദ്ദ് ചെയ്തിട്ടുണ്ട്. അഥവാ സസ്പെൻഷൻ കാലാവധി നീട്ടിയിട്ടുണ്ട്. അപ്പൊ സെപ്റ്റംബറിൽ 1 ടിക്കറ്റ് എടുത്താൽ പോവാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, പോവാൻ പറ്റൂല. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുത്ത് വെക്കണ്ട, നിങ്ങൾ ട്രാവൽ ഏജൻസിയിൽ ചോദിച്ചാൽ മതി എന്നൊക്കെ ഇനി ഫ്ലൈറ്റ് ഉണ്ടാവും. അപ്പോ ഇപ്പൊ 35,000 രൂപയാണ് ഫെയർ ഓഗസ്റ്റ് 25-ാം തീയതി കൊച്ചി ദുബായ്. അപ്പൊ എനിക്ക് സെപ്റ്റംബർ 2-ാം തീയതി 7,500 രൂപ ഉള്ളൂ, എടുക്കട്ടെ. പക്ഷെ എടുത്താ പോവാൻ പറ്റില്ല, കാരണം നിലവില് അപ്രൂവൽ ഇല്ല. നിലവില് ഇന്ത്യൻ ഗവൺമെന്റ് അഥവാ DGCA അനുമതി റദ്ദാക്കിയത് കൊണ്ട് അപ്രൂവൽ ഇല്ല. അപ്പൊ അപ്രൂവൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പല ഓൺലൈൻ സൈറ്റുകളിലും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6,000-നും 7,000-നും 8,000-നും ഒക്കെ ഫെയർ ഉണ്ടാവും. അത് ഗവൺമെന്റ് അനുമതി കിട്ടിയ ഫ്ലൈറ്റുകളും നിങ്ങൾക്ക് അതിൽ കാണാം, അനുമതി കിട്ടാത്ത ഫ്ലൈറ്റുകളും കാണാം. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പൊ എമിറേറ്റ്സ് 22,000 രൂപ ഫെയർ, സ്പേസ് ജെറ്റ് വളരെ കുറവല്ലോ, 6,500 കെടുക്കട്ടെ. 3 ആളുടെ ടിക്കറ്റ് ഫെയർ 6,500 എടുത്ത്. അപ്പൊ അന്ന് ഫ്ലൈറ്റ് ഉണ്ടാവില്ല. പിന്നെ പോകുന്നതിന്റെ 24 മണിക്കൂർ മുമ്പ് ഉണ്ടാവും ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്, നിങ്ങളെ ഫ്ലൈറ്റ് ഇന്ന് ക്യാൻസൽ ആണ്. ഫ്ലൈറ്റ് ആദ്യം തന്നെ ക്യാൻസൽ ആണ്, അതിൽ കാണണമെങ്കിൽ നോക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ നാട്ടിലുള്ള നിങ്ങളെ വിശ്വസ്തരായ ഒരു ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക, വിസ എടുക്കുക, വിസിറ്റിംഗ് എടുക്കുക, ഇൻഷുറൻസ് എടുക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് UAEയിലേക്കൊക്കെ പോകുമ്പോൾ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ എയർപോർട്ടിലൊക്കെ ചെക്കിംഗ് വളരെ കൂടുതലാണ്. 4 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എയർപോർട്ടിൽ എത്തുക, നിങ്ങളുടെ കയ്യിലെ ഡോക്യുമെന്റ് ഡബിൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് എയർപോർട്ടിൽ പോവുക. അപ്പോൾ നിങ്ങളുടെ വിസിറ്റ് വിസ അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസ നിങ്ങൾക്ക് UAEയിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഷാർജ ഓഫീസിലെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്റെ ഷാർജ ഓഫീസിലെ നമ്പർ അൽഷബാബ് ടൂർസ് ആണ് എന്റെ ഷാർജ ഓഫീസ് സ്ഥാപനത്തിന്റെ പേര്. അതിന്റെ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് 05042555852. ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് UAEയിലുള്ള ആളുകൾക്ക് വിസിറ്റ് വിസ എടുക്കണമെങ്കിൽ അവിടെ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് അറേഞ്ച് ചെയ്തു തരും. അതുപോലെ തന്നെ ഞാൻ എന്റെ ഓഫീസിലെ നമ്പറും കൂടി കൊടുക്കുന്നുണ്ട്. എന്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല എന്ന് പരാതി ഉണ്ട്, ഒന്നും വിചാരിക്കരുത്. 2 ദിവസമായിട്ട് വളരെയധികം തിരക്കിലായിരുന്നു. GDRF IC അപ്രൂവലുമായി ബന്ധപ്പെട്ട് എന്റെ ഓഫീസിൽ നേരിട്ട് വന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത്. ഫോൺ എടുക്കാത്ത ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ഒരുപാട് ആളുകളെ എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതിൽ വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും എന്നെ എന്തായത് പിന്നെ ആ ഫോൺ എടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മെസ്സേജിന് റീപ്ലൈ അയക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരു വിഷമം വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റുകളും ട്രാവൽ സംബന്ധമായ എനിക്കറിയുന്ന ഞാൻ മനസ്സിലാക്കിയ അപ്ഡേറ്റുകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തുടർന്ന് നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കള്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രാവൽ അപ്ഡേറ്റുകൾ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് എന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നിങ്ങൾ ഇട്ടുകൊടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെയും താങ്ക്